ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മലബാർ വിഭവങ്ങളിൽ പ്രധാനിയാണ് തേങ്ങാച്ചോർ. പാവങ്ങളുടെ ബിരിയാണി എന്നാണ് തേങ്ങാച്ചോർ അറിയപ്പെടുന്നത്. അപ്പോൾ തേങ്ങാച്ചോർ വളരെ എളുപ്പത്തിൽ റേഷൻ അരി കൊണ്ട് ഒട്ടും കുഴഞ്ഞു പോകാതെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് അളവിൽ റേഷൻ പച്ചരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് വരെ കുതിർക്കാൻ വെക്കാം. ഇപ്പോൾ പ്രഷർ കുക്കർ സ്റ്റൗവിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ നെയ്യിന് പകരം സൺഫ്ലവർ ഓയിൽ ചേർക്കാവുന്നതാണ്. പിന്നെ നെയ്യ് ചേർത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇത് പൊട്ടി വന്നതിന് ശേഷം ചോപ്പ് ചെയ്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 2 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതിന് ശേഷം ഒരു വലിയ സവോള കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. പിന്നെ ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ സബോള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പ്രധാന ചേരുവയായ നാളികേരം 1 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നാളികേരം 1-2 മിനിറ്റ് വരെ ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുതിർത്ത് വെച്ച പച്ചരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പച്ചരി മുഴുവനായും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റ് വരെ പച്ചരി വറുത്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് പച്ചരിക്ക് 3.5 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് 5 മിനിറ്റിന് ശേഷം എയർ കളയാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തേങ്ങാച്ചോർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതും ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. തേങ്ങാച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് പരിപ്പ് കറിയാണ്. നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.